വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രാൻസിലെ ഒരു ഐറ്റം, സൗത്ത് ഫ്രാൻസിലെ സമ്മർ സീസണിൽ കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് മൈദ, ഞാൻ എടുത്തിരിക്കുന്ന ടൊമാറ്റോ, സൺഡ്രൈഡ് ടൊമാറ്റോ. ടൊമാറ്റോ നമ്മൾ തിന്നായിട്ട് അരിഞ്ഞ് വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്താൽ ഇതിരിക്കും. അതാ ശരീരത്തിന് നല്ലത്, സ്വാദും കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തിരിക്കുന്നത്. പിന്നെ ഇറ്റാലിയൻ സീസണിങ്, കുരുമുളക് പൊടി, ബട്ടർ. പിന്നെ അവർ ചെയ്യാറില്ല, ഞാൻ വെളുത്ത എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ സ്പ്രെഡ്, അത് ചീസായാലും മതി. പിന്നെ കടുക് അരച്ചത്, ഒലിവ് ഓയില്, കുറച്ച് ബ്രെഡ് ക്രംസ്, ഇത്രയും മതി. ബ്രെഡ് പൊടിച്ച ബ്രെഡ് ക്രംസ്, അത് ഇത്രയും സാധനം മതി. ഇതിനി നമുക്ക് തയ്യാറാക്കാം. നമ്മൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇടും. ഞാനൊരു ടേബിൾ സ്പൂണായി എടുത്തു വെച്ചിരിക്കുന്ന ആ ബട്ടർ ഇടും. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ, ആദ്യം കുറച്ച് ഉപ്പേ ഇടും. എന്താന്ന് വെച്ചാൽ ബട്ടർ ഉപ്പില്ലാത്തതായതുകൊണ്ട്. ഉപ്പുള്ള ബട്ടറാണ്, ഉപ്പിടണ്ട. നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളുടെ ഡോ തയ്യാറായി. ഇനി നമ്മൾ ഒന്നും കൂടെ ഇതിലിട്ട് നല്ല മയം വരുത്തണം. നമ്മളുടെ ഡോ തയ്യാറായി. ഇനി നമ്മളിതൊരു തുണിയിട്ട് മൂടി 20 മിനിറ്റ് മാറ്റി വെക്കണം. 20 മിനിറ്റായി. നമുക്കിനി നമ്മുടെ ഡോ പരത്താം. നമ്മളുടെ ഡോ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്കൊരു മയം തൂക്കണം, വെണ്ണയോ ഒലിവ് ഓയിലോ. ഇനി നമ്മൾ ഈ ഡോ എടുത്ത് പരത്തിയതെടുത്ത് ഇതിലേക്ക് വെക്കും. ഈ ഷീറ്റ് കുറച്ച് അധികമായിട്ടാണ് നമ്മളെപ്പോഴും പരത്തേണ്ടത്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ അത് വേറൊരു ഭംഗി, കുറച്ച് ഭംഗി. പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് നിറച്ച് പിസക്കിടത്തില്ലേ, അതേമാതിരി ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഇടും. ഇനി കടുക് അരച്ചത്, ഒന്നുകിൽ നമ്മൾ കടുക് അരച്ചതും മേടിക്കണം. അതല്ല എങ്കിൽ നമ്മൾ വീട്ടിൽ കുറച്ച് കടുക് അരച്ച ഒലിവ് ഓയിലും ചേർത്തിട്ട് വെച്ചേക്കണം. ഒലിവ് ഓയിൽ ചേർത്ത് അരച്ച് വെക്കണം. ഈ ചീസ് കൂടെ കുറച്ച് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇടാം. ഡ്രൈഡ് ടൊമാറ്റോ വേണമെന്നില്ല, സാധാരണ ഉള്ളതായാലും മതി. അത് തിന്നായിട്ടെടുക്കണം. ഞാൻ ഡ്രൈഡ് എടുത്തെന്നുള്ളതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ. ഇനി ബേസിൽ ലീവ്സ് ഉണ്ട്, അതും കൂടെ വെക്കാം. ഇറ്റാലിയൻ സീസണിങ് ഇടാം. കുരുമുളക് പൊടി. ടൊമാറ്റോയ്ക്കൊന്നും ഉപ്പില്ലല്ലോ, അപ്പോൾ ഉപ്പിടണം. ചീസാണ് ഇടുന്നെങ്കിൽ ചീസ് ഇതിൻ്റെ മേലെ കുറച്ചിങ്ങനെ എടുത്തിടാം. ഇനി നമ്മൾ ഇതിൻ്റെ മേലിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കും. ചീനച്ചട്ടി നമ്മളൊരു 5-10 മിനിറ്റ് സിമ്മാക്കി സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുമായിരുന്നു. ഇതിലേക്ക് ട്രേ ഇറക്കി ഓവനി വെക്കണമെങ്കിൽ വെക്കാം, പക്ഷെ ഓവനി വെക്കാതെ ഞാൻ കാണിക്കുക. ഇനി ഇതുമാതിരി ഒരു അടപ്പിട്ട് നമ്മൾ നന്നായിട്ട് അടയ്ക്കണം. നല്ല മുറുക്കെ അടച്ചല്ലോ. ഇനി നമ്മൾ ഒട്ടും എയർ കയറാതിരിക്കാൻ ഇതേമാതിരി ഒരു തുണി അങ്ങ് ഇടും. അപ്പോൾ ഒട്ടും ഓവൻ്റെ അതേ ഫലം ഉണ്ടാകും. എന്നിട്ട് നമുക്ക് 25 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം.
റെഡിയായി, നമുക്ക് നോക്കാം. ഇനി എടുക്കാം, സ്റ്റൗ ഓഫാക്കി ഇതെടുക്കാം. നമ്മുടെ താത്ത റെഡിയായി കണ്ടോ, നല്ല തിന്നാവണം. ഇനി ഇത് നമുക്കൊന്ന് തണുത്തിട്ട് പിസ്സ കട്ടർ കൊണ്ട് മുറിക്കാം. നമ്മളുടെ ഫ്രാൻസിലെ സമ്മർ റെസിപ്പി റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഉടനെ തന്നെ തൊട്ടടുക്കലുള്ള ബെല്ലൈക്കണോടൊന്ന് അമർത്തിയേക്കണം.